അസ്സലാമലൈക്കും. യേശുക്രിസ്തുവിന്റെ രോഗസൗഖ്യം ഉണ്ടോ? അതുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേശുക്രിസ്തുവിന്റെ അടുത്ത് പോകാൻ എനിക്ക് മനസ്സിലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ദൈവം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, പടച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്താണ് ചോറ് തരികയും വേണം, അത് ഭാര്യയും കൂടെ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഡൗട്ടുകൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള റീസൺ എന്താണെന്നറിയോ? നമ്മള് ദൈവത്തിന് കൊടുക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന ആ ഒരു സ്ഥാനം വളരെ ചെറുതാണ്. ഒരു നാട് ഭരിക്കുന്ന ഒരു രാജാവ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ രാജാവ് എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് അവരുടെ വിഷമങ്ങളിൽ ലിസ്റ്റ് എടുക്കുന്നു. എന്തെങ്കിലും രോഗമുണ്ടോ അതിന്റെ ലിസ്റ്റ് എടുക്കുന്നു. എല്ലാം ലിസ്റ്റ് എടുത്ത് അവർക്ക് അപ്പൊ തന്നെ പരിഹരിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണോ രാജാവ് ചെയ്യുന്നത്? അല്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് യാചിക്കും, ഇല്ലേ? എന്നതാണ്, അങ്ങനെയാണ് നമുക്ക് മാറ്റി തരുന്നത്. ശരിയല്ലേ? അപ്പൊ രാജാവിന് പോലും എന്താണ് അത്രയും ഒരു പൊസിഷൻ ഉണ്ട്. അപ്പോ രാജാവിന്റെയും മേലെ കിങ് ഓഫ് കിങ് ആയ, പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ചോന് ആ പൊസിഷൻ ഇല്ല, അല്ലെ? പടച്ചോന് എന്തിന്റെ ആവശ്യം നമുക്ക് വന്ന് ഓരോ ചെയ്തു തരാൻ? അത് ദൈവമാണ് പറഞ്ഞു വന്നത്. നമ്മൾ മനുഷ്യർക്ക് പടച്ചോൻ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നു കഴിഞ്ഞു. ഇനി തരാനൊന്നും ഇല്ല. തന്നതിന് പോലും നമ്മൾ നന്ദി കാണിക്കാറില്ല. എന്നിട്ട് ആ ദൈവത്തിനെ കുറ്റപ്പെടുത്തുന്നു, കളിയാക്കുന്നു, പുച്ഛിക്കുന്നു. എന്നിട്ട് ദൈവം ഇല്ലെന്ന് പറഞ്ഞ് പടത്തുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യർ ചെയ്യുന്നത്? എന്നിട്ട് നമ്മൾ പറയാണ് എന്ത്, നേരിട്ട് വന്ന് പരിശോധിച്ചൂടെ, എന്തിനാ ഡോക്ടറിനെ വെക്കുന്നേ? നമ്മൾ കാര്യം മനസ്സിലാക്കുക, നമ്മൾ അത്ര വലിയ ടീംസ് ഒന്നും അല്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗം മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് വൈസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് പ്രാർത്ഥിച്ചു രോഗം മാറിയ ആൾക്കാരുണ്ട്, അല്ലെ? അപ്പൊ അവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കത് എന്താണ്, ഇതൊക്കെ ഒരു ഫൂളിഷ് സ്റ്റോറി ആയിട്ടേ തോന്നുള്ളൂ. അതായത് മെഡിസിൻ കൊണ്ട് മാറണമെങ്കിൽ, മെഡിസിൻ അവിടെ യൂസ്ഫുൾ ആവണമെങ്കിൽ റബ്ബ് തീരുമാനിക്കണ്ടേ? മെഡിസിൻ കൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, ഈ രോഗം മാറണം എന്നുണ്ടെങ്കിൽ അവിടെ റബ്ബ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം തീരുമാനിക്കണം. ശരിയല്ലേ? കാരണം ഈ ജനനവും മരണവും ഒക്കെ ആരുടെ കയ്യിലാണ്? റബ്ബിന്റെ കയ്യിലാണ്. രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും സംഭവിക്കാം, പിന്നെ പടച്ചോന്റെ പരീക്ഷണവും ആവാം. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് പരീക്ഷണമാണോ, അല്ലെ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗം പടച്ചോൻ മാറ്റി തന്നേക്കാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും പടച്ചോൻ കൈവിടില്ല, ഒരിക്കലും കൈവിടില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു സിസ്റ്റമാണ്, അല്ലെ? ഇത് പടച്ചോൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സിസ്റ്റമാണ്. അതിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കിപ്പോ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അതെല്ലാം ആ സിസ്റ്റത്തിലുള്ളതാണ്, അല്ലെ? അപ്പൊ ഇതൊക്കെ പടച്ചോന്റെ ബ്ലെസ്സിങ്സ് ആണ്. നമ്മുടെ മനസ്സിൽ പടച്ചോൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവത്തിന് ഉന്നത സ്ഥാനം കൊടുക്കുക.